ഈ വനിതാ ദിനത്തിൽ സംഗീതവും റബ്ബർ ടാപ്പിംഗ് ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന സംഗീതാധ്യാപകയെ നമുക്ക് പരിചയപ്പെടാം. മുണ്ടക്കയം പുലിക്കുന്ന് സ്വദേശി ശ്രീദേവി NS ആണ് ഈ വേറിട്ട ഗായിക. റബ്ബർ ടാപ്പിംഗും സംഗീതവും ഒരുപോലെ പ്രിയപ്പെട്ടതാണെന്നാണ് ശ്രീദേവിയുടെ പക്ഷം. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടൊരു വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. റബ്ബർ ടാപ്പിങ്ങിനിടയിലുള്ള ഈ നാടൻ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ ഗായികയുടെ വിശേഷങ്ങൾ ഇനി നമുക്ക് ചോദിച്ചറിയാം. മരമൂട്ടിൽ കളിച്ചിരി പറയാൻ ചങ്ങാതികൾ നൂറുണ്ടാർന്നേ. എന്തായാലും പാട്ടും കളറായി, ഇപ്പം ആളും കളറായി. എങ്ങനെയാണ് ഈ സംഗീതത്തിലേക്ക് കടന്നു വരുന്നത്? അത് സ്കൂളിൽ പഠിക്കുന്ന സമയം പോലെ പാടുമായിരുന്നു. നല്ല സ്കൂളിലെ മ്യൂസിക് ടീച്ചറാണ് ആദ്യമായിട്ട് കഴിവുണ്ടെന്ന് കണ്ടുപിടിച്ച്. പിന്നീട് ഞാൻ 7ാം ക്ലാസ് മുതൽ ക്ലാസിക്കലായിട്ട് പഠിച്ച്, അതിനുശേഷം പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം സംഗീത കോളേജിൽ പോയി ഡിഗ്രി കഴിഞ്ഞു. പിന്നെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ MA എടുത്തു. അതിനുശേഷം ഒരു 12 വർഷത്തോളം ഒരു CBSE സ്കൂളിൽ മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. ഈ ചെറുപ്പം മുതലേ സംഗീതത്തോട് താല്പര്യമുള്ളത് കൊണ്ടാണോ ഈ സംഗീതം തിരഞ്ഞെടുത്തത്? ചെറുതിലെ എല്ലാ കുട്ടികളും പാടും പോലെ ഞാനും പാടും. പാട്ട് മാത്രമല്ല, ഡാൻസും ഉണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാ പരിപാടിയും സ്കൂളിൽ പോകുന്നത് തന്നെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയാണ്. ഡാൻസ് ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഈ ജീവിതത്തിലൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന പോലെ ഇപ്പം ഈ പാട്ടിനൊപ്പം ഈ ടാപ്പിങ്ങിലേക്ക് കടന്നു വരാനുണ്ടായ കാരണം? ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ടാപ്പിംഗ് തൊഴിലാളിയുടെ മക്കളാണ്. അത് അച്ഛനും അമ്മയും ടാപ്പിങ്ങുകാരാണ്. അപ്പോൾ ടാപ്പിംഗ് ചെറുതിനെ പോലെ ചെയ്യുന്നതാണ്. പിന്നെ അതിനുശേഷം പഠിച്ച് അവിടെ തന്നെ ജോലി കിട്ടി. അവിടെ തന്നെ കല്യാണം കഴിഞ്ഞ് അവിടെ സെറ്റിലായി. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് തിരിച്ചു വരേണ്ടത്, അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് തിരിച്ചു വന്നതാണ്. അപ്പോൾ വീണ്ടും ടാപ്പിങ്ങിലേക്ക് തുടങ്ങി. രണ്ടും ഇൻട്രസ്റ്റാണ്. പഠിപ്പിക്കുന്നതും ഇൻട്രസ്റ്റിംഗ് ആണ്, ടാപ്പ് ചെയ്യുന്നതും ഇൻട്രസ്റ്റിംഗ് ആണ്. എന്തായാലും ആദ്യത്തെ പാട്ട് മനോഹരമായിരുന്നു. ഒരു പാട്ട് കൂടി പ്രഷർക്ക് വേണ്ടി പാടാമോ? ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. എന്തായാലും പാട്ട് അതിഗംഭീരമാണ്. അപ്പോൾ നമുക്കിനി ഈ കുടുംബ പശ്ചാത്തലത്തെ കൂടി ഒന്ന് പ്രതിപാദിക്കാം. അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ മരിച്ച് 15 വർഷമായി. അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ഹസ്ബൻഡ് 2 കുട്ടികൾ. മോള് +2, മോൻ 3ാം ക്ലാസ്സിൽ. ഹസ്ബൻഡ് ട്രിവാൻഡ്രത്താണ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ ഇന്ന് വനിതാ ദിനമാണ്. ഈ വനിതാ ദിനത്തിൽ ഒരു പാട്ട് കൂടി പാടി നമുക്ക് അങ്ങ് അവസാനിപ്പിക്കാം. ഏനുണ്ടോടി അമ്പിളിച്ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം, ഏനുണ്ടോടേ മാമഴച്ചന്തം, കമ്മലിട്ടു ഏനീതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ. അപ്പോൾ ഈ മനോഹര തീരത്ത് ഈ ജന്മത്തിൽ സംഗീതവും തൊഴിലും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറമാൻ സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.